ഡേവിഡ് വിജയ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഇതൊരു കുറച്ച് നാൾ മുമ്പ് ഒരു വാട്സപ്പ് എന്തോ എനിക്ക് കിട്ടിയതില് ഇങ്ങനെ എഴുതിയിരിക്കും. പെട്ടെന്ന് ഞാൻ എന്താന്ന് മനസ്സിലായില്ല. എനിക്ക് ഷെഡ്ഡി രാജുവിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ എഴുതിയിരിക്കുന്നത്. അപ്പോഴേ അദ്ദേഹത്തിന് ഒരു നിക്നെയിം വീട് കഴിഞ്ഞു അതിന്റെ മാറ്റിയതില്. ഇതിപ്പോ എനിക്ക് കേരളത്തിലായത് കൊണ്ട് ഞാൻ കുറച്ച് അത്ഭുതപ്പെടുന്നു എന്നല്ലാതെ ഇവിടെ കേരളം വിട്ട് കഴിഞ്ഞാലൊക്കെ ഈ വക്കീൽമാരുടെ പണി ഇത് തന്നെയാണ്. നേരത്തെ താങ്കൾ പറയണ്ടായി ആരെയും രക്ഷിക്കുക എന്നുള്ളതല്ല അവരുടെ കടമ. ശരിക്കും വാസ്തവം പറഞ്ഞാൽ കോടതി ഇൻഡിക്കേറ്റ് ജസ്റ്റിസ്, കോടതിയുടെ മുമ്പിൽ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ സത്യം തന്നെയാണ്, അതൊക്കെ വായുകൊണ്ട് പറയാം. പക്ഷെ ഇവിടുന്ന് കേരളം വിട്ട് പുറത്തു കഴിഞ്ഞാൽ ഞാനൊരു സിവിൽ കേസ് നടത്തിയിട്ടുള്ളത് ഹൈദരാബാദില്. അവിടെ ഈ വക്കീല് നമ്മളുടെ എതിർകക്ഷിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഹൈക്കോടതിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു പ്രയാസമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ ഒരു പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. പരേതരായ VR കൃഷ്ണയ്യര്, ജസ്റ്റിസ് ജാനകിയം, എന്നെ അറിയാവുന്നതുകൊണ്ട് അവർ ലെറ്റർ തന്നു വിട്ടു. ഈ ചങ്ങായിന്റെ അടുത്ത് ഞാൻ ആ ഫയലെടുത്ത് മാറ്റി. എന്നിട്ട് ഇവരുടെ ഏറ്റവും രസം ഇവരെങ്ങനെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. ഒരു കോടതിയിൽ കേസ് പോയത് ഈ ബാർ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതായത് ഈ കള്ളന്മാര് കട്ട് കഴിഞ്ഞാൽ കള്ളന്മാരുടെ ഒരു കൗൺസിലിലേക്ക് അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല അർത്ഥമുണ്ട്. അവരൊരു കള്ളനെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. ഞാൻ ബാർ കൗൺസിലിൽ അതൊക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം കൊണ്ട് വെച്ചിട്ട് അയാൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ എന്നിട്ട് ഞാൻ KG കണ്ണാഭിരാൻ എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു അവിടുത്തെ. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അവിടുത്തെ പൗരാവകാശ പ്രവർത്തനം. അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ജൂനിയറിനെ ഞാൻ പിന്നീട് വളരെ കൂളായിട്ട് ഒരു ലെറ്റർ, യു ക്യാൻ പുട്ട് ആൻ അപ്പീൽ ടു ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ദി ടൈം ലിമിറ്റ് ഈസ് 30 days എന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കേസിൽ നമ്മുടെ ഓപ്പോസിറ്റ് കക്ഷി ഒരു പവർഫുൾ IAS ഓഫീസർ ആയതുകൊണ്ട് ഇപ്പം ഇവര് കാണിച്ചു കൂട്ടുന്നത് വളരെ മോശം. ഒന്നാമത് സിസ്റ്റം ഇറ്റ്സെൽഫ് ഈസ് വീക്ക്. പറഞ്ഞിട്ടില്ല 30 വർഷമായി. അപ്പൊ അതിനും പുറമെ ഈ വക്കീലും കൂടി ഒന്നും കൂടി ആ സിസ്റ്റം വീക്കാക്കുകയാണ് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ. ഇത് പക്ഷെ കുറച്ചുകൂടി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. എന്താ ഡ്രഗ് സ്മഗ്ലിംഗ്, നാർക്കോട്ടിക് കേസ് എന്നൊക്കെ പറയുന്നത്. സിവിൽ കേസൊക്കെ ആണെങ്കിൽ ആരും ഇതുമാതിരി കാര്യമായിട്ട് എടുക്കില്ല. കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നശിച്ചു കഴിഞ്ഞു എന്നുള്ള. എന്തെങ്കിലും നമ്മുടെ നരേന്ദ്രമോദി പുതിയ ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു നിലയിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇവിടെ ഒരു നേരത്തെ ഒരു സ്ക്രൂട്ടണി വേണോ, ഒരു സൂക്ഷ്മ പരിശോധന വേണോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ? അല്ലെങ്കിൽ ഇത് വലിയ തിരിച്ചടിയാകും എന്ന ബോധ്യം അവർക്കുണ്ടാകേണ്ടതല്ലേ? നമസ്കാരം. ഈ കാര്യത്തിന് പല ആംഗിൾ ഉണ്ട്. നമ്മൾ പഴയ ഒരു ചൊല്ലുണ്ട് വക്കീലിനെ പറ്റി, 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം രാമനാരായണ. അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? അതായത് ഉണ്ടയൊക്കെ എടുത്ത് വിഴുങ്ങിയ വക്കീലന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാല് കൃത്രിമമായി തെളിവുണ്ടാക്കുക, അല്ലെങ്കിൽ തെളിവിൽ കൃത്രിമം കാണിക്കുക, അല്ലെങ്കിൽ തെളിവ് മാറ്റുക, ഇങ്ങനെയൊക്കെ കാണിച്ച് കൃത്രിമത്വം കാണിച്ച് പ്രതികളെ രക്ഷിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ജുഡീഷ്യറിയിൽ നിയമവ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ പറഞ്ഞ പദ്യം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് 30 കൊല്ലം കഴിഞ്ഞപ്പോൾ നീതി യഥാർത്ഥത്തിൽ കണ്ണു തുറന്നു എന്നുകൂടിയും നമുക്കിതിനെ മറ്റൊരു ആംഗിളിൽ കാണാം എന്ന് പറഞ്ഞില്ല, വേറൊരു ആംഗിൾ കൂടി. അതിലേക്കാ വരുന്ന സമയമില്ല, അതുകൊണ്ട് പറയാൻ പെട്ടെന്ന് അനുവദിക്കൂ. അതായത് ഈ ചില താഴിന്റെ താക്കോല് ചേരുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പ്രതി രക്ഷപ്പെടുക, അല്ലെ രക്ഷപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പലയിടത്തും നടന്നിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നിയമ വിദ്യാർത്ഥികൾ, ഇപ്പോൾ പുതിയതായിട്ട് നിയമ വിദ്യാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാര് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പഠിക്കണം. അതായത് ഒരു നൈതികത വേണം ഈ നിയമം കൈകാര്യം ചെയ്യുമ്പോൾ. സത്യസന്ധത വേണം. പ്രതിയായാലും വാദിയായാലും വക്കീൽ സത്യസന്ധനായിരിക്കണം. പ്രതിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകളിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വാദിച്ച് പ്രതിയെ രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ രക്ഷിക്കുക. അല്ലാതെ കൃത്രിമം ഉണ്ടാക്കി രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വക്കീലും പെടും എന്നുള്ളതിന്റെ ഒരു നല്ലൊരു ഉദാഹരണമാണിത്. അത് നമ്മുടെ ഇത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ പൗഡർ ഇട്ട് കൊണ്ടുവന്ന് നമസ്കാര ചിഹ്നം വെച്ച് ഫ്ലക്സ് ബോർഡ് അടിച്ച് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നത് നിർത്തണം എന്നൊരു വിനീതമായ അപേക്ഷയാണ് എനിക്കുള്ളത്. അതിലേക്ക് വരാം. കാര്യം അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെല്ലാം അവരുടെ പേരിൽ എന്തൊക്കെ കേസുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടാണ്, പബ്ലിഷ് ചെയ്തിട്ടാണ് MLA ആയിട്ടും MP ആയിട്ടും ഒക്കെ മത്സരിക്കുന്നത്. സാധാരണക്കാരിൽ അത് നെറ്റ് നോക്കി ഇങ്ങനെ എന്താ പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മുടെ വോട്ടർമാർ കണ്ടുപിടിക്കാറില്ല. പാർട്ടി നേതാക്കൾ കുറെ കൂടെ ഉത്തരവാദിത്തം കാണിച്ചാൽ ഇതുപോലുള്ള ആളുകൾ നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഗതാഗത മന്ത്രിയായി വരാതിരിക്കാൻ നമുക്ക് കഴിയുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ശരത്ത് കൂടിയുണ്ട്. ശരത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് നിർത്താം.
നമ്മളിപ്പോ LDF എന്ന് പറഞ്ഞ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇല്ലില്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടി ഒരു തത്വദീക്ഷയും ഇല്ലാതെ ആളുകളെ ഇങ്ങനെ കൊണ്ട് നിർത്തി ഇവരെയൊക്കെ ഞങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കുന്നതിനെതിരെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് LDF എന്നോ UDF എന്നോ ഇല്ല, പക്ഷേ നിങ്ങളും LDF ആണെങ്കിൽ അവർ കുറ്റമുക്തരല്ല എന്നാണ് പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. LDFനെ കുറ്റപ്പെടുത്തുകയെന്നല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗത്ത് തെറ്റ് വരുമ്പോഴാണല്ലോ നമ്മൾ മറ്റൊരു പാർട്ടിയെ കൊണ്ടുവരുന്നത്. അവരും അതിനേക്കാൾ മോശമാവരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം നമ്മൾ ഇവരിൽ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് മറ്റവരെ ജയിപ്പിക്കുന്നത്. അപ്പൊ അവരും ഇതേപോലെ ഇനി ഇത്രയും നാളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലമായിട്ട് അഴിഞ്ഞു തിരിഞ്ഞു കിടന്ന് ഇനിയെങ്കിലും വരുന്ന ആൾക്കാർ ഗംഭീരമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കണം. ഈ അഴിമതികളും കള്ളത്തരങ്ങളും ഒക്കെ മാറ്റി എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് പ്രാർത്ഥിക്കാം. യെസ്, അപ്പോൾ നമ്മളൊരു പോൾ നടത്തിയിരുന്നു. അപ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് കൂടി ഞാൻ ചോദിച്ചിരുന്നു. LDFനെ ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് 84% ആളുകളാണ് പറയുന്നത്. 16% ആളുകൾ ഈ കോടതി വിധി പക്ഷേ LDFനെ ബാധിക്കില്ല എന്ന് കരുതുന്നവരുമുണ്ട്. അങ്ങനെയും ഉണ്ട് 14%. ഓക്കെ, അപ്പോൾ അതാണ് ജനങ്ങളുടെ ഒരു പൊതു നിലപാട്. ഏതായാലും രാഷ്ട്രീയ നേതാക്കൾ ഉയർന്ന നൈതിക മൂല്യങ്ങൾ പാലിക്കേണ്ടവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അഴിമതിയിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടവരാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ജനങ്ങൾ നൽകിയ വിശ്വാസമാണ് ഭരണാധികാരത്തിൻ്റെ അടിസ്ഥാനം. ആ വിശ്വാസം തകർക്കുന്നവർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടാകാൻ പാടില്ല. നിയമത്തിന് മുകളിലല്ല എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് സമൂഹത്തിൽ നീതിയും സമത്വവും ഉണ്ടാക്കുക. അങ്ങനെ മാത്രമേ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ നമുക്കാകൂ. നൈതികത കൈവിടുന്ന രാഷ്ട്രീയം അവസാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു